നാഗകന്യകയിൽ ഉണ്ടായ അർജുനന്റെ പുത്രന്റെ കഥ അറിയാം. ദ്രൗപദി സ്വയംവരം കഴിഞ്ഞു പാഞ്ചാലി ഒരു ഭർത്താവിന്റെ കൂടെ ഒരു വർഷം ജീവിക്കട്ടെ എന്ന വ്യവസ്ഥ പാണ്ഡവർ ഉണ്ടാക്കി. ആ സമയം വസതിയിലേക്ക് മറ്റു 4 പേരും പ്രവേശിക്കാൻ പാടില്ല. വ്യവസ്ഥ ലംഘിച്ചാൽ ഒരു വർഷം ബ്രഹ്മചര്യവും വനവാസവും. അങ്ങനെയിരിക്കെ പാണ്ഡവരുടെ ഒരു ആശ്രിതന്റെ പശുക്കളെ കള്ളന്മാർ മോഷ്ടിച്ചു. അയാൾ അർജുനനെ അഭയം പ്രാപിച്ചു. പാണ്ഡവരുടെ ആയുധങ്ങളെല്ലാം ധർമ്മപുത്രരുടെ വസതിയിലായിരുന്നു. ദ്രൗപദി അദ്ദേഹത്തോടൊപ്പം ആയതിനാൽ അർജുനൻ അവിടെ പ്രവേശിക്കാൻ പാടില്ല. പക്ഷേ മറ്റു വഴികൾ ഇല്ലാത്തതിനാൽ അർജുനൻ അവിടെ പ്രവേശിച്ച് ആയുധമെടുത്ത് പശുക്കളെ വീണ്ടെടുത്തു. സത്യലംഘനം ചെയ്തതിന്റെ ഫലമായി അർജുനൻ ഒരു വർഷം വനവാസം അനുഷ്ഠിച്ചു വന്നു. വനത്തിൽ ഗംഗാ നദിയിൽ കുളിക്കാൻ ഇറങ്ങിയ അർജുനനിൽ ഉലൂബി എന്ന നാഗകന്യക അനുരക്തയായി. ഇപ്പോൾ താൻ ബ്രഹ്മചാരിയാണെന്നും സത്യലംഘനം ചെയ്യില്ല എന്നും അർജുനൻ അവളെ അറിയിച്ചു. ആ രാത്രി തന്നോടൊപ്പം കഴിഞ്ഞില്ല എങ്കിൽ താൻ മരിക്കുമെന്നും. അങ്ങനെ അവർ ഒന്നായി. ആ സമാഗമത്തിൽ അവർക്കുണ്ടായ പുത്രനാണ് ഇരാവൺ. പിൽക്കാലത്ത് മഹാഭാരത യുദ്ധത്തിൽ അച്ഛനെ സഹായിക്കാൻ എത്തിയ ഇരാവാൻ പാണ്ഡവ പക്ഷത്തുനിന്ന് ധീരമായി യുദ്ധം ചെയ്യുകയും